പ്രായമായവർ രണ്ടാമത് കല്യാണം കഴിക്കുന്നതിനെ പറ്റി തന്നെ അഭിപ്രായം? എനിക്കൊന്ന് നമ്മൾ മലയാളികൾ പല രീതിയിൽ മുമ്പോട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു ടോപ്പിക് വരുമ്പോൾ ഇപ്പോഴും നമ്മളൊരു നെഗറ്റീവ് ചിന്താഗതി, അല്ലെങ്കിൽ എന്തിനാ ഈ പ്രായത്തിൽ കല്യാണം കഴിക്കുന്നത്, എന്തിനാ തൂക്കേട, അങ്ങനെ ഒരു ചിന്താഗതി ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ഈ മലയാളി എന്നല്ല, മൊത്തം ഇന്ത്യക്കാർക്ക് അത് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ നമ്മുടെ കൾച്ചറിൻ്റെ ആയിരിക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ അമേരിക്കയിൽ കണ്ട ഒരു കാഴ്ച പറയും, ഒരു ഫാമിലിയുടെ കാര്യം പറയാം. അപ്പം ഞാനിപ്പോൾ ഒരു അപ്പച്ചനെ ഹോസ്പിറ്റലിൽ കണ്ടിട്ട് വരുന്ന വഴിയാണ്. ഈ അപ്പച്ചൻ്റെ ഭാര്യ മരിച്ചു കഴിഞ്ഞ് ഒരു 72-ാം വയസ്സിലാണ്. എനിക്ക് അപ്പച്ചൻ്റെ ഭാര്യ മരിച്ചു കഴിഞ്ഞൊരു 7-8 കൊല്ലം കഴിഞ്ഞ് അപ്പച്ചൻ കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിക്കുന്ന സമയത്ത് അപ്പച്ചൻ 72 വയസ്സും. പിന്നെ അപ്പച്ചൻ കഴിച്ചത് നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ചേച്ചിക്ക് അന്ന് 52 വയസ്സുമായിരുന്നു. ഇവർ 20 വയസ്സ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പം കല്യാണം കഴിച്ച സമയത്ത് മക്കൾക്കോ ഒന്നിനും താല്പര്യമില്ലായിരുന്നു. ഈ മക്കൾ 2 ആമക്കളുണ്ട്, അവരും അപ്പച്ചനെ നോക്കുന്നൊന്നുമില്ലായിരുന്നു. കൊച്ചുമക്കളൊന്നും വരുന്നില്ല. അപ്പോൾ അപ്പച്ചൻ ഒറ്റപ്പെടണം. പ്രത്യേകിച്ച് അമേരിക്ക എന്നുള്ള വെസ്റ്റേൺ രാജ്യത്തൊക്കെ വരുമ്പം വയസ്സായി കഴിഞ്ഞാൽ ആരും ഇല്ലെങ്കിൽ ഭയങ്കര ഒറ്റപ്പെടൽ ഭയങ്കരമായിരിക്കും. എനിവേ അപ്പച്ചൻ കല്യാണം കഴിച്ചു. പക്ഷെ അന്ന് കല്യാണം കഴിക്കുന്ന സമയത്ത് അപ്പച്ചൻ, ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, അപ്പച്ചൻ വളരെയധികം ക്ഷീണിതനായിരുന്നു, ഭയങ്കര വയ്യായിരുന്നു, മെലിഞ്ഞു കൊഞ്ചു പോലെ ആയിരുന്നു. കളിയാക്കാൻ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്ഷീണിതനായിരുന്നു. പക്ഷേ ഇപ്പോൾ കല്യാണം കഴിച്ചിട്ട് എത്ര 12 കൊല്ലത്തുള്ളൂ. ഇപ്പോൾ അപ്പച്ചൻ 84, ആൻറ്റിക്ക് 64 വയസ്സ് വന്നു തോന്നുന്നു. പക്ഷേ ആ ആൻറ്റി വന്നുകൊണ്ട് മാത്രമാണ് അപ്പച്ചൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അതിപ്പോൾ നമ്മൾ, കാരണം നമ്മൾ ഒരു ഡിപ്രഷനൊക്കെ അടിച്ച് വീട്ടിൽ ഇരിക്കുകയാണ്, നമുക്ക് പുറത്ത് പോകാൻ നോക്കത്തില്ല, നമുക്ക് തോന്നത്തില്ല, നമുക്കൊന്ന് കഴിക്കാൻ തോന്നത്തില്ല. പക്ഷേ ജീവിതത്തിൽ ഒരു പാർട്ട്ണറോടെ വന്നു കഴിയുമ്പം പുറത്ത് പോകുന്നു, ഫുഡ് കഴിക്കാൻ തോന്നും, ഒരുമിച്ചിരുന്ന് കഴിക്കാൻ തോന്നും. അപ്പോൾ അതൊരു വലിയ മാറ്റങ്ങളായി. അത് ആ ഫാമിലി എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം അപ്പച്ചൻ്റെ ആ ഡ്രാസ്റ്റിക് ഡിഫറൻസ്, ഫിസിക്കലി തന്നെ അപ്പച്ചൻ, നമ്മൾ ഓർക്ക് 72-ാം വയസ്സിൽ പിന്നെയും ഫിസിക്കലി ഒത്തിരി വീക്കാവുന്നു. പക്ഷേ ആൾ മെൻ്റലി ഹാപ്പിയായി, ഫിസിക്കലി ഒത്തിരി ബെറ്ററായി, രോഗങ്ങൾ ഒത്തിരി മാറി. കാരണം ഒരാൾ നടക്കുന്നത് നമുക്ക് കണ്ടാൽ അറിയാമല്ലോ എന്തൊരു ക്ഷീണിതനാണ്. അപ്പോൾ അവിടുത്തെ നിന്നൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വന്നു. ഈവൻ ഇപ്പോഴും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവരാരുമില്ല, മക്കളാരുമില്ല. ഇപ്പോഴും ആ ആൻറ്റി തന്നെയാണ് ഇവിടെ വന്ന് അമേരിക്ക വന്ന് ഡ്രൈവിങ് പഠിച്ച് ഇപ്പോഴും 64-ാം വയസ്സിൽ പുള്ളിക്കാരി തന്നെയാണ് ആൻറ്റീനെ അപ്പച്ചനെ കൊണ്ടുപോകുന്നതും ആശുപത്രി നോക്കുന്നു. അപ്പോൾ ആശുപത്രി നിൽക്കുന്നതല്ല. അപ്പം എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഉള്ള രാജ്യങ്ങളിൽ, അമേരിക്ക അല്ലെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ ഒറ്റപ്പെടലുകൾ ഇഷ്ടംപോലെ ഉള്ളതാണ്, പ്രത്യേകിച്ച് പ്രായമായി കഴിഞ്ഞാൽ. അപ്പം എനിവേ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ പറഞ്ഞെങ്കിലും ഒരു റൈറ്റ് പാർട്ണർ വരിക എന്നുള്ളതും ഒരു വലിയ കാര്യം തന്നെയാണ്. പക്ഷേ എനിവേ ഈതർ വേ, ഒരു പ്രായം കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ സ്വഭാവങ്ങളുണ്ട്, അത് മാറ്റാൻ പാടാണ്. അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു ബാലൻസ് വേണം, ഇല്ലെങ്കിൽ അവിടെയും തെറ്റിപ്പോകുമല്ലോ. എനിവേ വലിയ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പറഞ്ഞല്ലോ, ഞാനിപ്പോൾ കണ്ടൊരു കാര്യം പറഞ്ഞാൽ, പക്ഷേ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അവിടെ സിയ